സത്യം പറഞ്ഞാലേ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ശശി തരൂരിനെയൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ വിട്ടില്ലേ, അതുപോലെ ട്രംപുമായിട്ടൊക്കെ സംസാരിക്കാൻ നമ്മുടെ വാസവൻ സഖാവിനെ അയക്കേണ്ടത്. അത് രാഷ്ട്രീയം നോക്കരുത്, CPM ആണെന്നോ എതിർപക്ഷമാണെന്നോ കമ്മ്യൂണിസ്റ്റ് ആണെന്നോ ഒന്നും വിചാരിക്കണ്ട. നമുക്ക് രാജ്യ താല്പര്യമല്ലയോ പ്രധാനം. ട്രംപിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ വാസവൻ സഖാവിനെ വിട്ടാലേ ഈസി ആയിട്ട് നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കളിച്ച് നമ്മുടെ വാസവൻ സഖാവേ പഴയ RSP നേതാവ് ബേബി ജോണിന്റെ പേര് ഇല്ലാതാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പോസിറ്റീവായിട്ട് പറഞ്ഞത് കേട്ടോ, നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കരുത്. അതാ എല്ലാവർക്കും സ്വീകാര്യൻ. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും കോൺഗ്രസിനും CPM-നും ഘടകകക്ഷികൾക്കും എല്ലാവർക്കും സ്വീകാര്യനായതുകൊണ്ട് ഇവർക്കിടയിൽ തർക്ക വിഷയങ്ങൾ സംസാരിച്ച് രമ്യതയിലെത്തിക്കാനുള്ള കഴിവ് അത് ഹെൻറി കിസിഞ്ചർ പണ്ട് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ് സെക്രട്ടറിയാ. ഭയങ്കര നയതന്ത്ര വിദഗ്ധനായിരുന്നു. ചൈനയുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധമൊക്കെ നന്നാക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വലുതാ. അതുപോലെ കേരള കീസിംഗർ എന്നാണ് അന്ന് ബേബി ജോണിനെ വിളിച്ചിരുന്നത്. ഇപ്പം അത് ആ പേര് ബേബിച്ചാൻ നഷ്ടപ്പെടുമെന്നൊരു സ്ഥിതി വന്നിരിക്കുക. കാരണം ഇപ്പം കേരള കീസിംഗർ എന്ന് വിളിക്കാൻ വാസവനല്ലാതെ വേറെ ആരാണ് അർഹനായിട്ടുള്ളത്?